ആ എന്താടാ? സത്യ നീ വീട്ടിലാണോ? ആ അതെ. എന്തേ? എത്രയും പെട്ടെന്ന് സത്യ ഇവിടേക്കൊന്ന് വരണം. എവിടേക്ക്? വർക്ക്ഷോപ്പിലേക്കോ? അല്ല, സത്യയുടെ വീട്ടിലേക്ക്. എന്റെ വീട്ടിലേക്കോ? അവിടെ എന്താ ഇത്ര അത്യാവശ്യം? അതൊക്കെ വന്നിട്ട് പറയാം. സത്യ വേഗം വരണം. എന്താടാ? എന്താ അത്യാവശ്യം എന്ന് വെച്ചാൽ എന്നോട് പറ. ഞാൻ മറ്റൊരു സ്ഥലത്ത് പോകാൻ റെഡിയായിട്ട് നിൽക്കുക. അതൊക്കെ ഇവിടെ വന്നതിന് ശേഷം പറയാം. സത്യ ഒന്ന് വേഗം വരുവോ? എടാ, കാര്യം എന്താന്ന് പറ, അല്ലാതെ ഞാനിപ്പോ അങ്ങോട്ട് വന്നാൽ ശരിയാവില്ല. അല്ല, അത് പിന്നെ എന്താടാ, അവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും വയ്യായികയുണ്ടോ? ആ ഉണ്ട്. ആർക്കാ? അത് അച്ചമ്മയ്ക്ക്. അയ്യോ, അച്ചമ്മയ്ക്ക് എന്താ പറ്റിയേ? വലിയ പ്രശ്നമൊന്നുമില്ല. സത്യ വേഗം ഒന്ന് വീട്ടിലേക്ക് ചെല്ല് പ്ലീസ്. ഹലോ, നീ എന്തായി ആലോചിക്കുന്നത് വിമലെ? കുറച്ചു നേരം ആയല്ലോ. ഒരാൺകുട്ടി ഇല്ലാത്തതിന്റെ വിഷമം ഞാൻ ശരിക്കും അറിയുന്നത് ഇപ്പോഴമ്മേ. പെൺകുട്ടികളാണെങ്കിൽ കല്യാണം കഴിഞ്ഞ് അവരവരുടെ പാട് നോക്കി പോകും. അച്ഛന്റെ അമ്മയുടെ ആത്മാവിന് ബലി അർപ്പിക്കാൻ പോലും പിന്നെ അവരെ കിട്ടിക്കോളണമെന്നില്ല. ആൺകുട്ടികളായിരുന്നെങ്കിൽ തലമുറ കാക്കാൻ അവരുണ്ടാകുമായിരുന്നു, അല്ലേ? അച്ഛനെ അമ്മയെ ഉപേക്ഷിച്ചു പോകുന്ന എത്ര ആൺകുട്ടികളെ നമ്മൾ കണ്ടിരിക്കുന്നു. അവരെ തിരിഞ്ഞു നോക്കാതെ അനാഥാലയങ്ങളിലും വൃദ്ധസദനങ്ങളിലും കൊണ്ടുചെന്ന് തള്ളുന്ന എത്ര ആൺമക്കളെ നമ്മൾ കാണുന്നു. അതുകൊണ്ട് തലമുറ കാക്കും, മരിച്ചുപോയ ബലിയിടാൻ അവരുണ്ടാവൂ എന്ന തോന്നലൊന്നും വേണ്ട. അച്ഛനമ്മമാരുടെ സ്നേഹമുള്ള മക്കളാണെങ്കിൽ അവരെവിടെയാണെങ്കിലും ചെയ്യേണ്ടത് ചെയ്യും. എല്ലാ വർഷവും ബലി അർപ്പിക്കാറുള്ള ദിവ്യ ഇപ്രാവശ്യം അവളുടെ അച്ഛനെ ഓർക്കോ എന്തോ. വന്നില്ലെങ്കിലും എവിടെ നിന്നെങ്കിലും അവള് ബലിയിട്ടാ മതിയായിരുന്നു. സത്യ വിളിച്ചിട്ട് അവൾ എന്തു പറഞ്ഞു? അതറിഞ്ഞില്ലല്ലോ. അവൾ എന്തായാലും ദിവ്യെ പോലെയല്ല. അവക്ക് അവളുടെ അച്ഛന്റെ ശ്രദ്ധ എന്നാണെന്ന് ശരിക്കും അറിയാം. അത് ഭംഗിയായി നടത്താനുള്ള കാശും അവള് കുരുവിയുടെ കയ്യില് കൊടുത്തയച്ചിട്ടുണ്ടല്ലോ. അച്ഛമ്മേ. ആ ദേ സത്യമോള് വന്നെന്ന് തോന്നുന്നു. അമ്മേ, എന്താ മോളെ? അച്ഛമ്മയ്ക്ക് എന്താ? അച്ഛമ്മയ്ക്കോ? എന്താ പറ്റി അച്ഛമ്മേ? എന്തു പറ്റാനാ? ദാ കണ്ടില്ലേ പയറ് പോലെ നിൽക്കുന്നേ. സുഖമില്ലാന്ന് പറഞ്ഞ് ഫോൺ ചെയ്തിട്ട്? ആർക്കു സുഖമില്ലെന്ന്? അച്ഛമ്മയ്ക്ക് സുഖമില്ലാന്ന് പറഞ്ഞല്ലേ ഫോൺ ചെയ്തേ? നീ എന്തൊക്കെയാടി പറയുന്നേ? എനിക്കൊരു അസുഖവും ഇല്ല. മോള് വാ വാ. അച്ഛമ്മേ, എന്തായി പറയുന്നേ? ഞാൻ ആകെ പേടിച്ചു പോയി. എന്തിന്? എനിക്കൊരു അസുഖവും ഇല്ല മോളെ. അവനെന്നെ പേടിപ്പിച്ചു കളഞ്ഞു. ആര്? ആ തെണ്ടി കുരുവി. അവനെ ഞാൻ വെച്ചിട്ടുണ്ട്. ദേ അവന് നീ ഒന്നും വയ്ക്കണ്ട. അവനോട് ഞാനാ പറഞ്ഞത് നിന്നെ വിളിച്ച് അങ്ങനെ പറയേ. അസുഖമാണെന്നോ? അതെ. എന്തിനാ അച്ഛമ്മ അങ്ങനെ പറഞ്ഞത്? ഞാൻ എത്രമാത്രം വിഷമിച്ചു എന്നറിയോ? അല്ലാതെ നീ ഇങ്ങോട്ട് വരില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടെ? എന്നെ ഇവിടെ വരെ വരുത്താൻ വേണ്ടി ഇങ്ങനെയൊക്കെ പറയണോ? എന്നോടൊന്ന് വരാൻ പറഞ്ഞ ആ സെക്കൻഡ് ഞാൻ ഇവിടെ എത്തില്ലേ? നീ എത്തുമെന്ന് എനിക്കറിയാം. പക്ഷേ അച്ഛന് ബലിയിടാൻ വേണ്ടി വിളിച്ചാ നീ വരില്ലല്ലോ മോളെ. ബലിയൊന്നും ഇടണമെന്നില്ല. മോളെ, അങ്ങനെയൊന്നും പറയരുത്. എല്ലാ വർഷവും ദിവ്യാണ് ബലിയിടാറ്. നിനക്കതിലൊന്നും വിശ്വാസമില്ലല്ലോ. എനിക്കതിലൊന്നും ഇപ്പോഴും വിശ്വാസമില്ല. അച്ഛന്റെ ആണ്ടിന് എല്ലാ വർഷവും ചെയ്യാറുള്ളത് പോലെ ഞാൻ ഈ വർഷവും ചെയ്യുന്നുണ്ട്. അനാഥാലയത്തിൽ അന്നദാനം നടത്തുന്നതും അവർക്ക് വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കുന്നതും എല്ലാം നല്ലത് തന്നെയാ. പക്ഷേ അച്ഛന്റെ ആത്മാവിന് മോക്ഷം കിട്ടണമെങ്കിൽ ബലിയിടുക തന്നെ വേണം. എന്റെ അച്ഛന്റെ സന്തോഷം എന്താണെന്ന് എനിക്കറിയാമേ. ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്തവരെ സഹായിക്കുന്നതിനേക്കാൾ വലിയ പുണ്യമൊന്നും വേറെ ഇല്ലാന്ന് അച്ഛൻ തന്നെ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്.
ദിവ്യ ഇവിടെ ഉണ്ടായിരുന്നപ്പോ ബലിയിടുന്ന കാര്യത്തിനു വേണ്ടി നിന്നെ ഞങ്ങൾ നിർബന്ധിച്ചിട്ടില്ലല്ലോ. മരണശേഷം ബലിയിടുന്നതിനേക്കാൾ നല്ലത് ജീവിച്ചിരിക്കുമ്പോ ചെയ്യുന്ന പുണ്യമാണ്. നിനക്കിതൊന്നും വിശ്വാസമില്ലെന്നറിയാം. നീ നിന്റെ സമാധാനത്തിനു വേണ്ടി അച്ഛന്റെ ശ്രാദ്ധ ദിനത്തിൽ പാവപ്പെട്ടവരെ സഹായിക്കുന്നില്ലേ? അതേപോലെ നീ ഞങ്ങളുടെ മനസമാധാനത്തിനു വേണ്ടിയെങ്കിലും നാളെ ബലിയിടണം മോളെ. ഈ മുറ്റത്ത് നാളെ കർമ്മം നടത്തണം മോളെ. അമ്മയ്ക്ക് നിന്നോട് അതേ പറയാനുള്ളൂ. അമ്മേ, നിന്റെ ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ ഞാൻ ബുദ്ധിമുട്ടിക്കില്ലായിരുന്നല്ലോ. അച്ഛന് കർമ്മം ചെയ്യേണ്ടത് മക്കളല്ലേ? ആ മക്കൾ അത് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ അച്ഛന് മോക്ഷം കിട്ടില്ല. വിശ്വാസം അതുള്ളതോ ഇല്ലാത്തതോ ആവട്ടെ, നിങ്ങളുടെ അച്ഛനെന്ന് പറഞ്ഞാൽ അത് ഈ അമ്മയുടെ ആരാണെന്ന് നിങ്ങൾക്കറിയാലോ. അദ്ദേഹത്തിന്റെ ആത്മാവിന് മോക്ഷം കിട്ടാൻ വേണ്ടിയാ അമ്മ ഈ പറയുന്നത്. അമ്മ ഇനി ഇതിനു വേണ്ടി മോളുടെ കാല് പിടിക്കണമെങ്കിൽ അതും ചെയ്യാം. എന്താ അമ്മ ഈ പറയുന്നേ? എന്റെ കാല് പിടിക്കാനോ? അതും എന്റെ അച്ഛന് വേണ്ടിയിട്ട്? സത്യം അത്ര തലതെറിച്ചവളൊന്നുമല്ല. നിങ്ങളുടെ രണ്ടുപേരുടെയും മനസമാധാനത്തിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. അതിപ്പം നിങ്ങൾക്കും അറിയാവുന്നല്ലേ. ആ, ഇത് നിന്നെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയാ ഇല്ലാത്ത കാര്യവും പറഞ്ഞ് കുരുവിയെ കൊണ്ട് നിന്നെ വിളിപ്പിച്ചത്. അതെയാ? കൊള്ളാം. എന്താ കാണിക്കുന്നത്? എനിക്ക് വേദനിക്കുന്നു മോളെ. ആ, ഇത്തിരി വേദനിച്ചോട്ടെ. അങ്ങനല്ല വേണം. മോളെ, അച്ഛമ്മ ഇവിടെ. വന്നേ, എനിക്ക് എന്തേലും കഴിക്കാൻ എടുത്തോ. ഭയങ്കര വിശപ്പ്. പെട്രോളിന്റെ വില എങ്ങനെ കൂടിയാ എവിടെ ചെന്ന് നിൽക്കും? എന്റെ ഈശ്വര, ഇതൊക്കെ ഈ വീട്ടിലെ നടക്കുള്ളൂ. എന്ത് പത്രം വായനയോ? അതെങ്ങനെയാ? എല്ലാറ്റിനും ചന്ദ്രേട്ടന്റെ സപ്പോർട്ട് ഉണ്ടല്ലോ. അപ്പൊ പിന്നെ ഇതല്ല, ഇതിനപ്പുറവും നടക്കും. നീ ആദ്യം എന്താ കാര്യം എന്ന് വെച്ചാ പറ. നിങ്ങളുടെ ലാളന കൊണ്ട് വളർന്നു പന്തലിച്ച ഒരു പൂമരല്ലേ ഇവിടെ? അത് വെട്ടി ഏതെങ്കിലും തെങ്ങിനിടേണ്ട സമയമായിരുന്നു. അയ്യോ, പൂമരം വെട്ടി ആരെങ്കിലും തെങ്ങിന് വളവാക്കുവോ? അതിങ്ങനെ സുഗന്ധം പരന്ന് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരിക്കില്ലേ? അത് മരം. ഞാനേ മനുഷ്യന്റെ കാര്യമാ പറഞ്ഞത്. ഓ, അപ്പോ സിംബോളിക്കായിട്ട് സംസാരിക്കാൻ എന്റെ ഭാര്യയ്ക്ക് അറിയാം. പറ, എന്താ നിന്റെ പ്രശ്നം? ആരാ നിന്നോട് ചോദിക്കാതെ പൂമരത്തിന് വെള്ളമൊഴിച്ചത്? ചന്ദ്രേട്ടൻ അല്ലെങ്കിൽ എല്ലാം തമാശയാ. ആണല്ലോ. ഈ തമാശയേക്കാൾ നല്ലൊരു സാധനം ഭൂമിയിൽ കണ്ടുപിടിക്കുന്നത് വരെ തൽക്കാലം എനിക്ക് തമാശ തന്നെയാ ഇഷ്ടം. എന്നാലേ ഞാൻ വലിയൊരു തമാശ പറയട്ടെ. അയ്യോ, ഹോട്ടലാണെന്ന് കരുതി ബാർബർ ഷാപ്പിൽ കയറിയവന്റെ തമാശയാണെങ്കിൽ പറയണ്ട. ഒരേ തമാശ 2 തവണ കേൾക്കുമ്പോ അതിൽ തമാശയില്ലെന്ന് ചാർലി ചാപ്ലിൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ മരുമകളുടെ കാര്യം പറഞ്ഞത്. ആരുടെ? കാവേരിയുടേതോ അതോ സത്യയുടേതോ? കാവേരി ഒരിക്കലും സത്യയെ പോലെ പെരുമാറില്ല. റെസ്പെക്ട് ചെയ്യേണ്ടവരെ റെസ്പെക്ട് ചെയ്യാൻ അവൾക്ക് നന്നായിട്ട് അറിയാം. ഒരു ഫാമിലിയിൽ പാലിക്കേണ്ട എല്ലാ മാനേഴ്സും അവൾക്കറിയാം. ഓ, അപ്പൊ സത്യയാണ്. മരുമോളാണെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി. തോന്നിയല്ല? സത്യം നിന്നോട് എന്ത് മാനേഴ്സാ പാലിക്കാതിരുന്നത്? അവളെവിടെ? ഈ വീട്ടിനകത്ത് അവളുണ്ടോ? ആരോടും ഒന്നും പറയാതെ പുറത്തേക്ക് ഓടുന്നത് കണ്ടു. ചോദിക്കാതെയും പറയാതെയും തോന്നിയ വഴിക്ക് പോകുന്ന ആ ശീലം അവളോടെ അവസാനിപ്പിക്കാൻ പറയണം. ഇതൊരു വീടാണ്, അല്ലാതെ അവളുടെ വർക്ക്ഷോപ്പ് അല്ല. അവള് തോന്നിയ വഴിക്ക് പോയതാണെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? അല്ലാതെ പിന്നെ അവൾ എവിടേക്കാ പോയത്? സത്യ അവളുടെ വീട്ടിലേക്ക് പോയതാ എന്ന് നിങ്ങളോട് പറഞ്ഞോ? പറഞ്ഞു.
അവളുടെ അച്ഛമ്മയ്ക്ക് എന്തോ സുഖമില്ലെന്നും പറഞ്ഞ് ഫോൺ വന്നിട്ടാ അവള് പോയത്. തിടുക്കപ്പെട്ട് ഓടുന്നതിനിടയിലും എന്നെ വന്ന് കണ്ട് സമ്മതം ചോദിച്ചിട്ടാ സത്യ പോയത്. എന്താ പോരെ? അവളുടെ അച്ഛമ്മയ്ക്ക് എന്താ അസുഖം? ആ, അതൊന്നും എനിക്കറിയില്ല. ആരോ ഫോൺ ചെയ്ത് ഉടനെ എത്തണമെന്ന് പറഞ്ഞു. കേട്ട പാതി അവള് പോവുകയും ചെയ്തു. ഞാൻ കൂടെ ചെല്ലാമെന്ന് പറഞ്ഞതാ. എനിക്കിന്ന് ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടെന്ന് അവൾക്ക് അറിയാവുന്നതുകൊണ്ടാവും അവള് തനിച്ച് പൊയ്ക്കൊള്ളാമെന്ന് പറഞ്ഞു. ആ, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അവള് വിളിക്കാമെന്നും പറഞ്ഞു. എന്നാലും വെറുതെ ഇരുന്ന് കുശുമ്പ് പറയുന്ന നേരത്തിന് ആ പ്രായമായ സ്ത്രീക്ക് ഒന്നും വരുത്തരുതെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കേ. അതിന്റെ പുണ്യം കിട്ടാതിരിക്കില്ല. അവൻ ദേ ഇരിക്കുന്നു. എടാ നീ എന്താ ഇവിടെ ഇരിക്കുന്ന? വർക്ക്ഷോപ്പിലോട്ട് വരാതെ? പേടിച്ചിട്ടാടാ. ആരെ? എടാ എന്താടാ പ്രശ്നം? എടാ സത്യ ഇപ്പൊ വീട്ടിലെത്തിയിട്ടുണ്ടാവും. ഞാൻ കള്ളം പറഞ്ഞ് വിളിച്ചു വരുത്തിയതിന് എന്നെ അന്വേഷിച്ച് വർക്ക്ഷോപ്പിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ആ, എത്രയും പെട്ടെന്ന് നീ ഇവിടുന്ന് എവിടേക്കെങ്കിലും ഓടി രക്ഷപ്പെടുന്നതാ നല്ലത്. അത് ശരിയാ. സത്യ സ്ഥലത്തെത്തിയ സ്ഥിതിക്ക് നിനക്ക് അത് തന്നെയാ നല്ലത്. അയ്യോ, എല്ലാം ആ അച്ഛമ്മയുടെ പണിയാ. അച്ഛമ്മയാണോ? നീയല്ലേ ഫോൺ ചെയ്ത് പറഞ്ഞത് അച്ഛമ്മയ്ക്ക് സുഖമില്ലെന്ന് വേഗം വീട്ടിലേക്ക് വരണമെന്നും? ആ അച്ഛമ്മ തന്നെയാ പറഞ്ഞത്. എന്തു പറഞ്ഞിട്ടും സത്യ വരാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ അവസാന അടവായി അച്ഛമ്മയ്ക്ക് സുഖമില്ലെന്ന് പറയാൻ. എടാ, അച്ഛമ്മയ്ക്കോ വിമലമ്മയ്ക്കോ സുഖമില്ലെന്ന് അറിഞ്ഞ സത്യ ആ സ്പോട്ടിൽ ഇവിടെ എത്തില്ലേ? അതിനുവേണ്ടി തന്നെയാ ഞാൻ അങ്ങനെ പറഞ്ഞത്. പക്ഷെ പറഞ്ഞത് കുറച്ച് കൂടി പോയില്ലേ? അതെ, ആകെ കുഴപ്പമായി. ഇനിയിപ്പൊ എന്താ ചെയ്യാ? എന്തായാലും സത്യയുടെ വായിരിക്കുന്നേക്കെ നീ റെഡിയായിരുന്നോ? വാലിരിക്കുന്ന പിന്നെയും കേൾക്കാം. അവളുടെ കയ്യിലിരിക്കുന്ന വാങ്ങിക്കാതിരിക്കുന്ന നിനക്ക് നല്ലത്. ഞാൻ തൽക്കാലം വീട്ടിലേക്ക് പോയാലോ? നീ എവിടെ പോയാലും നിന്നെ കാണണമെന്ന് നിനക്ക് 2 തരണമെന്ന് സത്യ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവള് നിന്റെ അടുത്ത് എത്തിയിരിക്കും. അത് പിന്നെ ഈ സത്യക്ക് ബലിയിലൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ട് അതിനാണെന്ന് പറഞ്ഞാൽ സത്യ വരികയില്ല. ബലിയിടുന്നില്ലെന്നല്ലേടാ ഉള്ളൂ. അവളുടെ അച്ഛന് സന്തോഷം ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അവള് ചെയ്യുന്നുണ്ടല്ലോ. അനാഥാലയത്തിലും വൃദ്ധസദനത്തിലും മാനസികാരോഗ്യ കേന്ദ്രത്തിലും എവിടെയൊക്കെ സത്യ അന്നദാനം നടത്തുന്നുണ്ട്. മരിച്ചവർക്ക് ഒരു ആത്മാവുണ്ടെങ്കിൽ അവർക്ക് ഇതായിരിക്കും ഏറ്റവും വലിയ സന്തോഷം. എന്തു പറഞ്ഞാലും ഞാൻ പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്തായാലും സത്യം വന്നാൽ താമസിക്കാൻ നിനക്ക് ഞങ്ങൾ ബലിയിടേണ്ടി വരും. പോടാ, ചുമ്മാ മനുഷ്യനെ പേടിപ്പിക്കാതെ. എടാ, നീ എങ്ങോട്ടാ പോകുന്നേ? വർക്ക്ഷോപ്പിലേക്കാണോ? ഒന്ന് പോടാറുന്നു. എടാ, പറഞ്ഞിട്ട് പോടാ. സത്യം ഒന്ന് ചോദിച്ചാലേ എന്നെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ മതിയേ. അങ്ങനെ അവൻ രക്ഷപ്പെട്ടു. നീ വാടാ. ആ അതെ, സുജിതയാണ്. ഇല്ല, ബൈജുട്ടൻ കുറച്ച് ബിസിയാ. 2 ദിവസം കഴിയും. സ്വീകരണോ? സത്യക്കോ? എന്തിന്? ഓ, അത് കോടതിയിലെ കാര്യങ്ങളെല്ലാം വക്കീലിനല്ലേ അറിയത്തുള്ളൂ. അയ്യോ, അവളൊന്നും അല്ല. ഈ ഡിഗ്രിയും PG ഒന്നും സത്യക്കില്ല. വെറും 4ാം ക്ലാസ്. വാദിച്ച് ജയിച്ചത് ഞങ്ങളുടെയൊക്കെ മിടുക്കൊണ്ടാ. ആ അതെ, തലേ ദിവസം എന്റെ വക നല്ല ട്രെയിനിങ് ഒക്കെ കിട്ടിയിട്ടാ അവള് പോയത്. ഓ, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ പറഞ്ഞോളാം. ഈ സ്വീകരണവും അംഗീകാരവും ഒന്നും സത്യക്ക് തീരെ ഇഷ്ടമല്ല. ശരി ശരി, ഓക്കെ. നമ്പരോ? അതിന് ഫോൺ ഉണ്ടായിട്ട് വേണ്ടേ നമ്പര്? ആ, ഓക്കെ. ആരായിരുന്നു വിളിച്ചത്? ആ, ഏതോ ഒരു റെസിഡൻസ് അസോസിയേഷൻകാരാ. സത്യക്കൊരു സ്വീകരണം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു വിളിച്ചതാ. നീ എന്തു പറഞ്ഞു? അവൾക്ക് സ്വീകരണത്തിലൊന്നും താല്പര്യമില്ലാന്ന് പറഞ്ഞു. അത് നന്നായി. എവിടെ പോയി? ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. എന്ത്? സത്യ. ആ, അവളുടെ അച്ഛമ്മയ്ക്ക് സുഖമില്ലെന്നും പറഞ്ഞ് വീട്ടിൽ പോയി. അപ്പൊ തള്ള ചത്തോ?
സത്യയുടെ ഓട്ടം കണ്ടിട്ട് അതിനാ സാധ്യത. അപ്പോ സുധിയോട് പറയാതെയാണോ അവള് പോയത്? അറിയില്ല. എന്നാ പറഞ്ഞിട്ടില്ല. സുധി എന്നോട് ചോദിച്ചു സത്യ എവിടെയാന്ന്. അവൾ അച്ഛനോട് ചോദിച്ചിട്ട് അത്ര പോയത്. അമ്മേ അമ്മേ, സുധിയല്ലേ അവളുടെ ഭർത്താവ്? സ്വന്തം വീട്ടിൽ പോകുമ്പോ അവനോടൊരു വാക്ക് പറയണ്ടേ? സത്യക്ക് ഇവിടെ സുധിയേക്കാൾ വേണ്ടപ്പെട്ട ആൾ അച്ഛനല്ലേ. അതുകൊണ്ടാവും അച്ഛനോട് പറഞ്ഞിട്ട് പോയത്. തള്ളെ ആശുപത്രി കൊണ്ടുപോകാനും ആംബുലൻസ് വിളിക്കാനും ഒക്കെ കുറെ കാശാവില്ലേ? അതും അച്ഛൻ കൊടുക്കുമായിരിക്കും അല്ലേ? എനിക്കറിയില്ല. അച്ഛൻ ഇപ്പോഴും സത്യയുടെ വീട്ടിൽ പോണെന്ന് പറഞ്ഞോണ്ടിരിക്കുക. ആ തള്ള മരിച്ചിട്ടുണ്ടെങ്കി സത്യ വിളിക്കില്ലേ? അതിനു മുമ്പേ അവിടേക്ക് ഓടി പോണ്ട വല്ല കാര്യമുണ്ടോ? ഞാനും അതും പറഞ്ഞു പിടിച്ചു വെച്ചിരിക്കുക അച്ഛന്. അല്ലെങ്കിലും നമ്മുടെ സ്റ്റാൻഡേർഡിനനുസരിച്ചൊന്നും നിൽക്കാൻ അച്ഛൻ ഇപ്പോഴും പഠിച്ചിട്ടില്ല. സത്യയെക്കുറിച്ച് എന്തു പറഞ്ഞാലും അച്ഛനത് മനസ്സിലാവില്ലല്ലോ. അമ്മേ, സത്യയുടെ വീട് വരെ ഒന്ന് പോയി നോക്കിയാലോ? എന്തിന്? അവള് പറഞ്ഞത് സത്യമാണോന്ന് അറിയണമല്ലോ. അവളുടെ അച്ഛമ്മയ്ക്ക് അസുഖമാണെന്ന് അവള് കളവ് പറയൂ? ഇല്ലാത്ത ഗർഭം ഉണ്ടെന്ന് പറഞ്ഞവളാ. അവൾ ഇതല്ല ഇതിനപ്പുറവും പറയും. സത്യ ആദ്യം അവളുടെ ഭർത്താവിനെ വിളിക്കുമോ നോക്കട്ടെ, അതിനുശേഷം തീരുമാനിക്കല്ല. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. അതൊന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. സുധി വീട്ടിലുണ്ടോ? നീ വീട്ടിലില്ലാന്ന് മനസ്സിലായി. എനിക്ക് പെട്ടെന്ന് എന്റെ വീട് വരെ ഒന്ന് വരേണ്ടി വന്നു. എവിടേക്കെങ്കിലും പോകുമ്പോ എന്നോടോ വീട്ടുകാരോട് ചോദിക്കുന്ന സ്വഭാവം നിനക്ക് പണ്ടേ ഇല്ലല്ലോ. അച്ഛന്റെ ശ്രാദ്ധമാണ് നാളെ. ബലിയിടാനും മറ്റുണ്ട്. അത് കഴിഞ്ഞിട്ടേ ഞാൻ വരൂ. അത് എന്നോട് പറഞ്ഞാൽ ഞാൻ പോകണ്ടെന്ന് പറയുന്നു തോന്നിയോ? അതല്ല സുധി, എനിക്ക് ഈ ബലിയിടലിലൊന്നും വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് അച്ഛമ്മയ്ക്ക് സുഖമില്ലെന്നും പറഞ്ഞ ഇവരെന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. അന്നേരത്തെ ആ ഒരു ടെൻഷനില് യാത്ര ചോദിക്കാനൊന്നും പറ്റിയില്ല. നീ നിന്റെ സൗകര്യം പോലെ ചെയ്യ്. എന്നോട് ദേഷ്യമാണെന്ന് എനിക്കറിയാം. എനിക്കിപ്പോ എന്നോട് മാത്രമേ ദേഷ്യമുള്ളൂ. എന്താ സുധി ഇങ്ങനെയൊക്കെ? ഞാൻ കുറച്ച് തിരക്കില്ല. നാളെ കാണാം. ഓക്കെ. മോളെ, നീ സുധിയെ വിളിച്ച് കാര്യം പറഞ്ഞില്ലേ? പറഞ്ഞു അച്ഛമ്മ. അവനോട് നാളെ വരാൻ പറഞ്ഞൂടായിരുന്നോ? അതൊന്നും പറഞ്ഞില്ല. അച്ഛന്റെ ശ്രാദ്ധമായതുകൊണ്ടാ ഇന്നിവിടെ നിൽക്കാൻ തന്നെ സമ്മതിച്ചത്. അവന് നിന്നെ പിരിഞ്ഞിരിക്കാൻ പറ്റുന്നുണ്ടാവില്ല, അതുകൊണ്ടാ. എന്തായാലും നാളെ കാലത്ത് ബലിയിട്ട ശേഷം മോള് വേഗം പൊയ്ക്കോ. എന്തായാലും എന്നെ സങ്കടത്തിലടുത്തുന്ന കള്ളം പറഞ്ഞു വിളിച്ചു വരുത്തിയില്ലേ, അതോർക്കുമ്പോ ഇപ്പോഴെന്റെ കണ്ണീന്ന് വെള്ളം വരുന്നുണ്ട്. അതൊക്കെ അച്ഛമ്മയുടെ ഒരു തമാശയല്ലേ? നല്ല തമാശ. നല്ല ചുട്ടോടി കിട്ടാത്തന്റെ കുറവോ. അതെ, ഞാൻ ഒന്ന് പുറത്തു പോയിട്ട് വേഗം വരാവേ. മോളെ, അല്ല നീ ഇതെവിടേക്കാ പോകുന്നേ? അച്ഛമ്മയ്ക്ക് സുഖമില്ല, സീരിയസ് ആണ്, ഉടനെ എത്തണോന്നും പറഞ്ഞ് എന്നെ വിളിച്ചു വരുത്തിയ ഒരു തടിമാടനില്ലേ, എനിക്കേ അവനെ ഒന്ന് കാണണം. ദേ, നീ അവനെ ഒന്നും ചെയ്തേക്കല്ലേ. ഞാൻ പറഞ്ഞില്ലേ എല്ലാം എന്റെ ബുദ്ധിയാണെന്ന്. ഞാൻ പറഞ്ഞിട്ടാ അവൻ അങ്ങനെ മോളോട് പറഞ്ഞത്. ഒരു ബുദ്ധിരാക്ഷസി വന്നിരിക്കുന്നു. പിന്നെ മോളെ നാളെ ബലിയിടണം. അതിന് ഇന്ന് ഒരിക്കൽ എടുക്കണം നീ. എന്നുവെച്ചാ രാത്രി അരിയാഹാരം ഒന്നും കഴിക്കരുതെന്ന്. ഓ, അത്രേ ഉള്ളോ? എന്നാ പിന്നെ കുറച്ചധികം കപ്പപ്പുഴുക്കുണ്ടാക്കി വെച്ചോ. മനുഷ്യനെ പേടിപ്പിച്ച് കളഞ്ഞിട്ട് പട്ടിണി കിടക്കണം പോലും. കപ്പപ്പുഴുക്കുണ്ടാക്കി വയ്ക്കാമേ. വിമലേ, എന്താ അമ്മേ? കപ്പ ഇരിപ്പുണ്ടോ മോളെ ഇവിടെ? ഇല്ലല്ലോ.
ഇല്ലേ? എന്നാ പറമ്പിൽ പോയി കുറച്ച് പറിക്കണമല്ലോ. എടാ ഇതിട്ട് പിടിക്കടാ. ആ എടാ നത്തോലി, സത്യ അവള് വന്നോ ഇങ്ങോട്ട്? ഇല്ലടാ, വിളിച്ചതും ഇല്ല. അപ്പൊ അവൾ എവിടെ പോയി കാണും? എന്നെ വിളിച്ചില്ലല്ലോ. എടാ തടിയാ, നീ പേടിക്കുന്നവളൊന്നും ഉണ്ടാവില്ല. അവളോട് അച്ഛമ്മ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതേടാ, ഇല്ലെങ്കിൽ അവള് തിരിച്ച് വിക്രമന്റെ വീട്ടിൽ തന്നെ പോയി കാണും. എന്നാ രക്ഷപ്പെട്ടു. അച്ഛന്റെ ചടങ്ങ് മുടക്കി അവള് പോവോ? ചിലപ്പോ കള്ളം പറഞ്ഞ് വിളിച്ചു വരുത്തി എന്നെ നേരിട്ട് കാണാൻ വന്നാ എന്റെ പണി തീരും. ചില നേരത്ത് സത്യക്ക് ഭ്രാന്ത. ഒരൊറ്റ അടി കിട്ടിയാ മതി, താഴെ വീഴിഞ്ഞാൻ. നീ പേടിക്കാതെ ഇവിടുത്തെ പണി തീർക്കാൻ നോക്കൂ. അത് തന്നെ, ഒന്നുമില്ലെങ്കിൽ ഇത്രയും തടിയില്ലേ, നീ ഇങ്ങനെ പേടിച്ചാലോ? എടാ കുരുപ്പേ, കുറെ നേരം നീ തടി പിടിച്ച് കളിക്കുന്നു. ഞാൻ മൊഴിയാടോ നിനക്ക്? അളിയാ, പണി പാളി. എന്താടാ നീ നോക്ക്. അയ്യോ, അയ്യോ, എടാ എന്നെ ചോദിച്ചാൽ ഞാൻ ഇവിടെ ഇല്ല, വീട്ടിൽ പോയി എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. നിങ്ങളുണ്ടോ ഇവിടെ? ഞാൻ വിചാരിച്ചു വർക്ക്ഷോപ്പ് അടച്ച് നിങ്ങളൊക്കെ ടൂറിന് പോയിരിക്കുമെന്ന്. എന്തിന്? ടൂറിന് പോകുന്നുണ്ടെങ്കിൽ സത്യം ഞങ്ങളോട് ഉണ്ടാവില്ലേ? അതെ അതെ, പിന്നെന്താ വിശേഷം? എപ്പോ വന്നു? സുഖല്ലേ? കുറച്ച് പതുക്കെ ചോദിക്കടാ. വിശേഷം വന്നതെപ്പോ, സുഖമല്ലേ? എല്ലാത്തിനും മറുപടി തരാം. എവിടെ മറ്റവൻ? ആര്? ഓ, അവൻ ടൂറിന് പോയി കാണും അല്ലേ? കൊടക്കമ്പിയാണോ ചോദിച്ചത്? കോടയും മഴയൊന്നും അല്ല, ഒരു തടിയൻ ഉണ്ടായിരുന്നില്ലേ, മുടിയൻ. മുടിയൻ ഇവനല്ലേ? ഇക്രു കളിക്കല് ഇടിച്ചെന്നിട്ട് മൂക്ക് ഞാൻ പരത്തും. ആരുടെ കാര്യമാ സത്യ ചോദിക്കുന്നത്? ഓ, അപ്പൊ നിങ്ങൾക്ക് ആർക്കും അവനെ മനസ്സിലായില്ല. എന്നാ പിന്നെ ചോദിച്ചിട്ട് കാര്യമില്ല. ഞാനേ തൊട്ട് കാണിച്ചു തരാം. സത്യ എന്നെ ഒന്നും ചെയ്യല്ലേ. അച്ഛമ്മ പറഞ്ഞിട്ടാ ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞത്. അച്ഛമ്മ പറഞ്ഞെന്ന് കരുതി നിനക്കറിയില്ലേ അങ്ങനെയൊക്കെ പറഞ്ഞ ഞാൻ പേടിക്കുമെന്ന്? പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എടോ, എടാ കുരുവി, എന്തേലും പറ്റിയോടോ? സാരല്ല. അയ്യോ, ഈ ചെറിയ ഇടിക്കേ ഇത്രയും വലിയ അഭിനയം വേണോ? വേറെ നിവൃത്തിയില്ലാത്തോണ്ടാണ് സത്യ. സത്യയെ കൊണ്ട് അച്ഛന് ബലിയിടിക്കണമെന്ന് അച്ഛമ്മയുടെ ഒരു വലിയ ആഗ്രഹം പോലെയാണ് നമുക്ക് തോന്നിയത്. വയസ്സായവരെയല്ലേ, അവരുടെ ആഗ്രഹം നടത്തി കൊടുക്കേണ്ടത് നമ്മുടെ കടമയല്ലേ. ദിവ്യ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ വിമലാമ്മ അച്ഛമ്മേ സത്യ ബുദ്ധിമുട്ടിക്കില്ലായിരുന്നല്ലോ. അതൊക്കെ എനിക്കറിയാം. ഞാൻ കുറച്ച് ടെൻഷൻ അടിച്ചാലും അച്ഛമ്മയുടെ അമ്മയുടെയും ഏതാഗ്രഹവും നടത്തിക്കൊടുക്കാൻ നിങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. അതന്നെ എന്റെ ഭാഗ്യം. അച്ഛമ്മയോട് സത്യം എന്ത് പറഞ്ഞു? ബലിയിടാന്ന് സമ്മതിച്ചു? എനിക്കതിലൊന്നും ഒരു താല്പര്യമില്ലെന്ന് നിങ്ങൾക്ക് അറിയുന്നതല്ലേ. നമ്മള് സ്ഥിരമായി അന്നദാനം നടത്തുന്ന സ്ഥലങ്ങളിലെല്ലാം അന്നദാനം നടത്തണം. പിന്നെ ഓർഫനേജിലെ കുട്ടികൾക്ക് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കണം. അതൊക്കെ ഇപ്രാവശ്യം നിങ്ങൾ വേണം പോയി ചെയ്യാൻ. സത്യം ഉണ്ടാവില്ലേ കൂടെ? ഇല്ല, ഇപ്രാവശ്യം ഞാൻ അമ്മയുടെ അച്ഛമ്മയുടെയും കൂടെയാ. അച്ഛന് ബലിയിടണം. അച്ഛന്റെ ആത്മാവ് അത് കണ്ട് സന്തോഷിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അമ്മയ്ക്കും അച്ഛമ്മയ്ക്കും അത് സന്തോഷമായിരിക്കും. ഈ വർഷം ഞാൻ അവരുടെ സന്തോഷത്തിനൊപ്പം കഴിയാൻ തീരുമാനിച്ചു.
സുജിതേ, അവൾ ഇതുവരെ വന്നില്ലല്ലോ. സമയം രാത്രിയായില്ലേ? ചോദിക്കാനും പറയാനും ആളില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ആ തള്ളയ്ക്ക് അസുഖം അധികമായോന്ന് ആർക്കറിയാം? തള്ളയ്ക്ക് അധികമായാലും ചത്തുപോയാലും അത് വിളിച്ചു പറയേണ്ട ഉത്തരവാദിത്വം സത്യക്കില്ലേ? അവള് വിളിക്കാത്തത് നോക്കണ്ട, ഞാനൊന്ന് സത്യം വിളിച്ചു നോക്കട്ടെ. എന്തിന്? അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ? അവൾക്ക് മാനേഴ്സ് ഇല്ലാന്ന് കരുതി നമുക്കതുണ്ടെന്ന് അവളുടെ വീട്ടുകാരെ അറിയിക്കണല്ലോ. ദേ, അമ്മ ഇപ്പൊ മാനേഴ്സ് ഒന്നും ഉണ്ടാക്കാൻ നോക്കണ്ട. അവള് വിളിക്കുമെന്ന് നമുക്ക് നോക്കാം. ഇല്ലെങ്കിൽ നാളെ ആ കാരണവും പറഞ്ഞ് അവളെ ഈ വീട്ടിൽ നിന്ന് ഓടിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അത് സത്യം ഒഴിവാക്കാൻ പറ്റുന്ന ഒരവസരവും നമ്മൾ പാഴാക്കരുത്. സുധിയോട് ചോദിക്കാതെയും പറയാതെയും പോയതിന്റെ പേരില് ആ പുകഞ്ഞ കൊള്ളിയെ നമുക്ക് പുറത്താക്കാൻ പറ്റും. അതുകൊണ്ട് അമ്മ വെറുതെ സത്യയെ വിളിച്ച് സുഖവിവരങ്ങളൊന്നും അന്വേഷിക്കാൻ നിൽക്കണ്ട. ആ ദയമ്മേ, ചിക്കൻ ഫ്രൈ ഇല്ലെങ്കിൽ മട്ടൻ ഫ്രൈ ഉണ്ടാക്കണം. എനിക്ക് എന്തെങ്കിലും നോൺ കഴിച്ചേ പറ്റൂ. നിനക്കേ ഇത്തിരി പുലിയിറച്ചിയായാലോ? ഹാ, മരുമോക്കാണെങ്കിലേ അച്ഛൻ പുലിയും സിംഹത്തിനെയൊക്കെ കെണി വെച്ച് കൊണ്ട് കൊടുക്കുമെന്ന് എനിക്കറിയാം. കൊടുക്കും. ഇവക്ക് എന്ത് പറ്റിയടി? പറ്റിയത് അവൾക്കല്ല, നിങ്ങൾക്കാ. എനിക്കോ? അതെ, നിങ്ങൾ എന്റെ മകന്റെ തലയിൽ ഒരുവളെ കെട്ടിവെച്ച് കൊടുത്തില്ലേ? ഈ നേരമായിട്ടും അവളെ കാണാനില്ലല്ലോ. അവളുടെ അച്ഛമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ വിവരമെങ്കിലും അവൾക്കൊന്ന് വിളിച്ചു പറഞ്ഞാൽ എന്താ? സത്യം ഇപ്പൊ ഫോൺ വിളിച്ച് കട്ട് ചെയ്തതേ ഉള്ളൂ. ഓ, ഇപ്പോഴും നിങ്ങളെ തന്നെയാ വിളിച്ചത്? എന്നെ മാത്രമല്ല, അവള് സുധിയെയും വിളിച്ചു എന്ന് പറഞ്ഞു. എന്താണ് പോലും വിശേഷം? സത്യ ഇന്ന് വരുത്തില്ല, നാളെ വരത്തുള്ളൂ എന്ന് പറയാനാ വിളിച്ചത്. അതെന്താ, അവളുടെ അച്ഛമ്മ ഹോസ്പിറ്റലിൽ തന്നെയാണോ? അതല്ലേ രസം. എനിക്കൊരു രസവും തോന്നില്ല. സത്യയുടെ അച്ഛമ്മയ്ക്ക് ഒരു കുഴപ്പവുമില്ല. ഒരു കുഴപ്പമില്ലേ? അസുഖമാണെന്ന് പറഞ്ഞ് കോള് വന്നു എന്നല്ലേ പറഞ്ഞത്? ഫോൺ വന്നത് അങ്ങനെ തന്നെയാ. അത് അവളുടെ അച്ഛമ്മയുടെ ഒരു സൂത്രപ്പണിയായിരുന്നു. ഓ, ചെറുമകളെ കാണാൻ വേണ്ടി കളവ് പറഞ്ഞതാവും. പറഞ്ഞത് കളവ് തന്നെയാ, പക്ഷെ അത് ചെറുമകളെ കാണാൻ വേണ്ടി ആയിരുന്നില്ലെന്ന് മാത്രം. പിന്നെ സത്യയുടെ അച്ഛന്റെ ആണ്ടാ നാളെ. അതിന് ബലിയിടാൻ വേണ്ടിയാ അവര് സത്യയെ വിളിച്ചത്. ആണ്ടിന് ബലിയിടാനോ? അതിന് അച്ഛമ്മയ്ക്ക് അസുഖമാണെന്ന് കളവ് പറയേണ്ട കാര്യമുണ്ടോ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ രസം. സത്യക്ക് ഈ ബലിയിലും ശ്രാദ്ധത്തിലും ഒന്നും ഒരു വിശ്വാസവും ഇല്ലല്ലോ. അതുകൊണ്ട് ബലിയിടാനാണെന്ന് പറഞ്ഞാൽ അവള് പോവില്ലെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് അച്ഛമ്മയ്ക്ക് സുഖമില്ലെന്നും പറഞ്ഞ് കുരുവിയെ കൊണ്ട് അവര് വിളിപ്പിച്ചത്. സ്വന്തം അച്ഛന്റെ ആത്മാവിന് മോക്ഷം കിട്ടേണ്ട കാര്യം ചെയ്യാൻ അവൾക്ക് മടിയാണെന്ന്. കൊള്ള. എന്തായാലും മരിച്ചുപോയവർക്ക് എന്തിനാ ഭക്ഷണം, ജീവിച്ചിരിക്കുന്നവർക്കല്ലേ അത് കൊടുക്കേണ്ടത് എന്നാണ് സത്യയുടെ വാദം. അത് ശരിയാണ് താനും. അതുകൊണ്ട് എല്ലാ വർഷവും അവളുടെ അച്ഛന്റെ ശ്രാദ്ധ ദിവസം അനാഥാലയത്തിലും മറ്റും അന്നദാനം നടത്താറാണ് പതിവ്. അത്രയും പുണ്യം വേറെ എവിടെ കിട്ടാനാ? എങ്കിൽ പിന്നെന്തിന് അവൾ അവിടെ നിൽക്കണം? ബലിയിടുന്നില്ലെങ്കിൽ അവൾക്ക് ഇങ്ങ് പോരായിരുന്നില്ലേ? ഇതിൽ എന്തോ കള്ളത്തരമുണ്ട്. ഒരു കള്ളത്തരവും ഇല്ല. എല്ലാ വർഷവും ദിവ്യയാണ് പോലും ബലിയിടാറ്. ഈ വർഷം അവള് വരുമോന്ന് അറിയാത്തതുകൊണ്ട് സത്യയെ കൊണ്ട് ആ കർമ്മം ചെയ്യിക്കണം അവർക്ക്. അതുകൊണ്ടാ സൂത്രത്തിൽ സത്യ അവിടെ എത്തിച്ചത്. അവളുടെ അച്ഛന്റെ ആണ്ടിന് നമ്മളും പോകേണ്ടതല്ലേ? ഒളിച്ചും പാത്തും നടത്തേണ്ട കാര്യമാണോ അത്? ആണ്ട് നേർച്ച എന്നൊക്കെ പറഞ്ഞ് അവൾക്ക് മറ്റെവിടെയെങ്കിലും പോവാനാവും. അല്ല രാധികെ, ഇതിപ്പോ സത്യം അറിയുന്നത് പോലും അവിടെ എത്തിയ ശേഷമല്ലേ. പിന്നെ ഫോണിൽ ക്ഷണിക്കുന്നത് മര്യാദയല്ലോ എന്ന് വിചാരിച്ചു കാണും. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇതിൽ എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട്. എനിക്ക് ഈ പറഞ്ഞതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വിശ്വസിക്കണ്ട. പക്ഷേ നീയും നിന്റെ മോളും ഈ CBI പണി ഒന്ന് അവസാനിപ്പിക്കണം. കാണണമെന്ന് പറഞ്ഞ സത്യം ഇങ്ങോട്ട് വന്നപ്പോ ഞാൻ വിചാരിച്ചു ദിവ്യയുടെ എന്തെങ്കിലും വിവരം കിട്ടിയെന്ന.
അവളെ വിളിക്കോ മറ്റോ ചെയ്തോ സത്യ? ഇല്ല, ഒരു വിവരവും ഇല്ല. സത്യ മാത്രമേ വന്നിട്ടുള്ളൂ അതോ സുധിയും ഉണ്ടോ? ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും വിശേഷം? അച്ഛന് ശ്രാദ്ധം നാളെ, ബലിയിടണം. ബലിയിലും നേർച്ചയിലും ഒന്നും വിശ്വാസമില്ലാത്ത ആളല്ലേ സത്യ? വിശ്വാസം അതല്ലല്ലോ എല്ലാം. പിന്നെ നീ രാഹുലിനെ കണ്ടില്ലല്ലോ? ഇല്ല, ഞാൻ ഞങ്ങളുടെ പഴയ ക്ലാസ്മേറ്റ്സിനെ ഒക്കെ വിളിച്ചിരുന്നു. ദിവ്യ അവരെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോന്ന് അറിയാൻ. എന്നിട്ട് ആർക്കും അവളെക്കുറിച്ച് ഒന്നും അറിയില്ല. ചിലര് വിളിച്ചിരുന്നു പോലും, പക്ഷെ അവളുടെ ഫോൺ ഇപ്പോഴും സ്വിച്ച് ഓഫാ. എല്ലാ വർഷവും അച്ഛന്റെ ശ്രാദ്ധത്തിന് ചേച്ചിയെ ബലിയിടാറ്. ഈ വർഷം അവൾ എവിടെയാണെന്ന് പോലും അറിയാതെ അമ്മയും അച്ഛമ്മയൊക്കെ വലിയ വിഷമത്തിലാ. ഇനിയൊരു പക്ഷേ ബലിയിടൽ ചടങ്ങിന് ദിവ്യ വരുമോ? അറിയില്ല. അമ്മയ്ക്കും അങ്ങനൊരു പ്രതീക്ഷയുണ്ട്. അച്ഛന്റെ ആത്മാവിന് വേണ്ടി ചെയ്യുന്ന കർമ്മമല്ലേ, അവള് വരുമായിരിക്കും. വന്ന അവളെ അച്ഛന്റെ ആത്മാവ് വിളിച്ചു വരുത്തുന്നതാവും. സത്യ എത്ര ദിവസം ഇവിടെ ഉണ്ടാവും? നാളെ രാവിലെ അച്ഛന്റെ ബലിയിട്ട ശേഷം ഞാൻ തിരിച്ചു പോകും. സത്യ, ആ ദാ അമ്മ വിളിക്കുന്നുണ്ട്. ഞാൻ ഇറങ്ങട്ടെ, ഒരുപാട് വൈകി. ഞാൻ കൊണ്ടുവിടാം. വാ, കേറിയിട്ട് പോ. നിനക്കെന്നോട് ഇത്രയും സ്നേഹം ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല സുജിതേ. അതെന്താ അങ്ങനെ? അല്ല, വെളുപ്പാങ്കാലത്ത് ഉറക്കത്തിന്ന് വിളിച്ചെഴുന്നേൽപ്പിച്ച് കുഞ്ഞുഞ്ഞേട്ടന്റെ തട്ടുകടയിന്ന് അപ്പവും മട്ടനും വാങ്ങിത്തരാന്ന് പറഞ്ഞില്ലേ? അതെന്റെ കൂടെ ഒന്ന് വരാൻ വേണ്ടി ഞാൻ പറഞ്ഞതാ. അപ്പൊ നമ്മള് കാപ്പി കുടിക്കാൻ വേണ്ടി പോകുന്നതല്ലേ? എന്റെ ബൈജുവേട്ടാ, അപ്പോ ആട്ടിറച്ചിയൊക്കെ വേണമെങ്കിൽ വാങ്ങിത്തരാം. പക്ഷേ നമ്മുടെ ഈ യാത്രയുടെ ലക്ഷ്യം അതല്ല. എവിടേക്കാ നമ്മൾ പോകുന്നത്? അതൊരു വലിയ കാര്യത്തിനുള്ള തുടക്കത്തിലേക്കാ. ആർക്കിട്ടോ പണി കൊടുക്കാനാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ തടി കേടാവുന്ന പണിക്കാണെങ്കിൽ ഞാനില്ല. നമുക്ക് തിരിച്ചു പോവാം. തടി കേടാവാൻ പോകുന്നത് നമ്മുടെ അല്ല ബൈജുവേട്ടാ. എല്ലാം ഇന്നത്തോടെ അവസാനിപ്പിക്കും ഞാൻ. എന്താടി, എന്താ നിന്റെ ഉദ്ദേശം? മിണ്ടാതിരുന്ന് വണ്ടി ഓടിച്ചേ. അവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞു പോയിക്കോ. എന്റെ ഭഗവാനെ, ഇവളെന്നെ കൊലയ്ക്ക് കൊടുക്കാൻ കൊണ്ടുപോവാണോ? ബൈജുവേട്ടാ, ഒന്നും മിണ്ടാതിരുന്നേ. ബലിതർപ്പണത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്.
ഇനി കർമ്മം ചെയ്യേണ്ടയാൾ കുളിച്ചീറനോടുകൂടി വന്നു കഴിഞ്ഞാൽ ബലിതർപ്പണം തുടങ്ങാം. രക്ഷപ്പെട്ടു. ഞാൻ കരുതി എന്റെ ഏട്ടന്റെ ആത്മാവിന് ബലിയിട്ട് കൈകൊട്ടി വിളിക്കാൻ ആരും ഇല്ലല്ലോ എന്ന്. എവിടെ കർമ്മം ചെയ്യാൻ ആളില്ലേ? ആളില്ലാതെ ഇവിടെ ഇങ്ങനെ ഒരുക്കങ്ങൾ നടത്തുവോ? ഇവിടെ ആരുണ്ടെന്നാ? സാധാരണ കർമ്മം ചെയ്യാറുള്ളവള് ഒളിച്ചോട്ടമെന്ന മഹാകർമ്മം ചെയ്ത് നാട് വിട്ടില്ലേ? സത്യെ പിന്നെ ബലിച്ചോറ് കൂട്ടാനും കാക്കയെ വിളിക്കാനോ ഒന്നും കിട്ടില്ല. വിപ്ലവകാരിയല്ലേ? ഏട്ടന്റെ ആണ്ട് ഓർത്തു വെച്ച് നീ വന്നല്ലോ, അത് തന്നെ വലിയ ഭാഗ്യം. ഞാൻ ആണ്ടും കർമ്മമൊന്നും ഓർത്തു വന്നതല്ല. ഇവിടെ മുറ്റത്തെന്താ കലാപരിപാടിയൊന്നും നോക്കാൻ വന്ന. അല്ല, എന്റെ സമ്മതമില്ലാതെ നിങ്ങൾ ഈ വീടും പറമ്പും ആർക്കെങ്കിലും കൊടുക്കുവാണോന്ന് അറിയണമല്ലോ. വാഴയിലയിലെ ഉണങ്ങലരി ചോറും നാക്കിലെയും കണ്ടപ്പോഴാ ഏട്ടന്റെ ശ്രാദ്ധമാണല്ലോ എന്ന് ഓർത്തത്. ആരിടും ബലി? ഈ തള്ളയിട്ടാ മതി കളയാ. അയ്യോ അളിയാന്ന്. കർമ്മി, ഈ തള്ള ബലിയിട്ടാ മതിയോ? മക്കൾക്ക് വേണ്ടി അമ്മമാർ ബലിയിടാറില്ല, മക്കളാണ് അത് ചെയ്യേണ്ടത്. ആ അതാണ്. അനിയന്മാർക്കും ആകാം. അയ്യോ എന്നെ കൊണ്ട് വയ്യേ. ഞാൻ ഈ തള്ളയുടെ വയറ്റിൽ നിന്ന് വന്നതാണെന്ന സർട്ടിഫിക്കറ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ അങ്ങനെ ചത്തുപോയവൻ അനിയനാവും. ദൈവദോഷം പറയാതടാ കുരുത്തം കെട്ടവനെ. ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഈ ഏട്ടത്തി പറയട്ടെ. ഒരു കർമ്മം നടക്കാൻ പോവല്ലേ പപ്പ, വെറുതെ ബഹളം ഉണ്ടാക്കാതെ. എന്ത് കർമ്മം? എന്തോന്ന് കർമ്മം? കർമ്മം ചെയ്യാൻ അവള് വരുവോ? നിങ്ങളുടെ ഒളിച്ചോടിപ്പോയ മോള് ദിവ്യാമാടം വരുവോ? അതാരാ കാറില്? ദിവ്യായിരിക്കും. അവിടെ എന്തോ ബലികർമ്മം നടക്കുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ആ തള്ള ചത്തൂന്നാ തോന്നുന്നേ. എടി, മരിച്ച തള്ളയാണോ നിൽക്കുന്നത്? പിന്നെ ആരായിരിക്കും മരിച്ചത്? ദിവ്യായിരിക്കോ? വാ ബൈജുട്ടാ, ഇറങ്ങ്. അല്ല, നീ ചെല്ല്, ഞാൻ വന്നാൽ ശരിയാവില്ല. അതെന്താ? നമ്മള് സത്യം ഇന്നലെ വീട്ടിൽ വരാത്തോണ്ട് അന്വേഷിച്ചു വന്നതാണെന്ന് പറഞ്ഞാ പോരെ? അതല്ല സുജി, നീ പോയാ മതി. ചെല്ല. എന്താ അവിടെ തന്നെ നിൽക്കുന്നത്? കേറി വരൂ. ഇവിടെ എന്തോ വലിയ ചടങ്ങ് നടക്കുകയാണല്ലോ. നിങ്ങളുടെ വിശേഷമൊന്നും അറിഞ്ഞു വന്നതല്ല ഞാൻ. ഇവിടുന്ന് ഒരുത്തി അങ്ങോട്ട് കെട്ടിച്ചു വിട്ടിരുന്നല്ലോ, സത്യ. അവളെ കാണാത്തതുകൊണ്ട് വന്നതാ. അവള് സുധിയെ വിളിച്ചു പറഞ്ഞു എന്നാണല്ലോ പറഞ്ഞത്. അത് ശരി, അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. അതെ, വിളിച്ചിരുന്നു. വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം. ബലിയിടാനുള്ള ആളിനെ വിളിക്കൂ. മോളെ സത്യേ,
ആ ഇലയ്ക്ക് മുന്നിൽ ഇരുന്നോളൂ. ഇരുന്നോളൂ. ആദ്യം ആ ദർഭമോതിരമെടുത്ത് മോതിരവിരലിൽ അണിയിക്കുക. ഇനി എള്ളും പൂവും ചന്ദനവും എടുത്ത് ജലം തൊട്ട് ധ്യാനിക്കുക. ഗംഗേജ യമുനേജ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലോസ്മിൻ സന്നിധിം. ഇനി പൂവ് കിണ്ടിയിലെ വെള്ളത്തിൽ സമർപ്പിക്കുക. അച്ഛനെ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിച്ചോളൂ. ഇനി ചോറ് ഒരു വലിയ ഉരുള ഉരുട്ടി ഇലയുടെ മധ്യത്തിൽ വയ്ക്കും. അതിനു മുമ്പ് പവിത്ര ഊരി ഇലയിൽ വയ്ക്കുക. ഉരുട്ടി ഇലയുടെ മധ്യത്തിലേക്ക് വയ്ക്കുക. ഇനി അടുത്തൊരു ചെറിയ ഉരുള ഉരുട്ടി ഇടതുഭാഗത്ത് വയ്ക്കുക. എവിടെയാ പോകുന്നേ? ഈ ചടങ്ങ് കാണിക്കാനാണോ നീ എന്നെ വിളിച്ചോണ്ട് വന്നത്? ഇത് സത്യയുടെ അച്ഛനുള്ള ബലിതർപ്പണോ? അതിന് നീ എന്തിനാ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്? ഇതൊരുമാതിരി. അതിന് ഞാൻ അറിഞ്ഞോ ഇതേപോലൊരു ചടങ്ങാ ഇവിടെ നടക്കുന്നുവെന്ന്? ഇപ്പൊ അറിഞ്ഞല്ലോ. എന്നാ വാ പോവാം. വൈജൂട്ടാ നിക്ക്. എന്തെങ്കിലും ഒരു പണി കൊടുക്കാതെ ഞാൻ വരുന്നില്ല. ഇതിപ്പോ എനിക്ക് പണിയാണല്ലോ. എന്താ? ഒന്നുമില്ല. കൈ കഴുകിയ ശേഷം മോതിരമെടുത്ത് വിരലിൽ ഇട്ടോളൂ. എന്റെ സുജിതേ, നമുക്ക് പോവാം. നീ പോയി കാറി കയറ്. പോവാനോ? പറയാനുള്ളത് പറയാതെ തിരിച്ചു പോകാൻ പറ്റില്ല വൈജേട്ടാ. എടി, നമ്മളിപ്പോ ഇവിടെ നിൽക്കുന്നത് ശരിയല്ല. സത്യം ഒരു ചടങ്ങിൽ നിൽക്കുകയല്ലേ? ഓ, അതെന്തോന്ന് ചടങ്ങ്? അവളുടെ ചത്തുപോയ അച്ഛന് തിന്നാൻ ബലിച്ചോറുരുട്ടല്ലേ? എടി, അതാ പറഞ്ഞത് ഇത് മോശം സമയമാണെന്ന്. ഇത്തരത്തിലുള്ള ചടങ്ങുകൾ നടക്കുന്നിടത്തേക്ക് വന്നതേ തെറ്റായിപ്പോയി.